അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഇവർ തമ്മിൽ ഏപ്രിലിൽ കാണുന്നു എന്നുള്ള കാര്യം പ്രസിഡന്റ് ട്രംപ് തന്നെ വ്യക്തമാക്കി. മനസ്സിലാക്കുക, അമേരിക്കൻ പ്രസിഡന്റ് അങ്ങോട്ട് വിളിച്ചതല്ല, ചൈനീസ് പ്രസിഡന്റാണ് അമേരിക്കൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചിട്ട് ബെയ്ജിങ്ങിലോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകതയുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം ഏസിയാൻ സമ്മിറ്റ് മലേഷ്യയിൽ നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്ക് ടു ബാക്കായിട്ട് അദ്ദേഹം പ്രസിഡന്റ് ട്രംപ് ഷീ ജിങ് പിങ്ങുമായിട്ട് സംസാരിച്ചു, കണ്ടു. പെട്ടെന്ന് അമേരിക്കയുടെ റിട്ടാലിയേറ്ററി ടാരിഫായിരുന്ന 100% കുറച്ച് അത് വീണ്ടും പഴയ 30% കൊണ്ടുവന്നു. ഈ രണ്ടുപേരുടെ മീറ്റിങ്ങിന് വലിയ പ്രാധാന്യമാണ് ഗ്ലോബലായിട്ട് കൽപ്പിക്കുന്നത്. കാരണം പല മീഡിയയും അതിനെപ്പറ്റി ഒപ്പീനിയനും സംഭവങ്ങളൊക്കെ പല രീതിയിലാണ് കാണുന്നത്. ഉറപ്പായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇതുണ്ടാകാൻ പോകുന്നത് മീറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് രണ്ട് കാര്യങ്ങളിലാണ് അമേരിക്കയ്ക്ക് അറിയേണ്ടത്. ഒന്ന് തായ്വാൻ ഇഷ്യൂ, രണ്ടാമത് ഈ ടാരിഫിൽ ചൈന എന്താണ് ഫർദർ ചെയ്യാൻ പോകുന്നത്. അതനുസരിച്ച് ഇത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് മാറുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രധാനപ്പെട്ടത് തായ്വാൻ, രണ്ടാമത് ടാരിഫിനകത്ത് പ്രധാനമായിട്ടുള്ളത് അമേരിക്കൻ ഫാം പ്രോഡക്റ്റായ സോയാബീൻ, മറ്റുള്ള ഫാം പ്രോഡക്ട്സ്, അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് ആവശ്യമുള്ള റയർ എർത്ത് സ്ട്രോങ് മാഗ്നറ്റ്, ഇതിന് ഒരു തടസ്സവും വരുത്തുന്നില്ല. അതേപോലെ തന്നെ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ 30% ടാരിഫിൽ നിന്നും രണ്ടു കൂട്ടരും മ്യൂച്വലായിട്ട് 12-15% എത്തുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോണം, ഏറ്റവും വലിയ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞ് ഇന്ത്യക്കായിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ പ്രാധാന്യവും അമേരിക്ക എത്രമാത്രമാണ് ഇന്ത്യയെ ഹൈലൈറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന അതിൻ്റെ പ്രാധാന്യവും ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ടുള്ള മോശമായ ബന്ധം, ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് തന്നെയാണ് ഈ പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റും ഷീ ജിങ് പിങ് ഇവർ തന്നെ സെറ്റിൽ ചെയ്യാനുണ്ടായ കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ടാരിഫ് ഡിസംബർ ലാസ്റ്റോടുകൂടി ഏകദേശം തീരുമെന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഡിസംബറിൽ തീരുമെന്ന്. ഇന്ത്യൻ കണ്ടീഷനെല്ലാം അമേരിക്ക തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം ഇന്ത്യയുടെ ഒരൊറ്റ കണ്ടീഷൻ അമേരിക്ക അംഗീകരിക്കുന്നില്ല പല കാര്യത്തിലും. അതുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാനുള്ള വഴികൾ കുറയുന്നു. രണ്ടാമത് ചൈനയ്ക്ക് ഒരു കാരണവശാലും ഇന്ത്യ അമേരിക്ക ടാരിഫ് സെറ്റിൽ ചെയ്തു കഴിഞ്ഞാലും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും അടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ചൈനയാണെന്നും ചൈനയ്ക്ക് അറിയാം. അതിന് 1-2 ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, കോഡ് ചൈനയ്ക്കെതിരെ കൗണ്ടറായിട്ട് രൂപീകരിച്ച സംഭവമാണ്. ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയും അമേരിക്കയും എന്നുള്ള കോഡിന് അതിൻ്റെ അകത്ത് ഇന്ത്യക്ക് വലിയ പ്രാധാന്യം കിട്ടി. ഈ കോഡ് എന്ന് പറയുന്ന സംഭവം ചൈനയ്ക്കെതിരെയാണ്. അപ്പോൾ ഈ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ കോഡ് ഇല്ലാതായി, ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആയി. അതിൻ്റെ ഭാഗമായിട്ട് ജപ്പാനാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും, അതായത് ഇന്ത്യയുടെ മറൈൻ, അതായത് നേവിയുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ജയശങ്കർ കഴിഞ്ഞിടയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് പഴയുണ്ടായ ഇന്ത്യൻ നേവിക്ക് അവർ പുതിയ വെസൽസ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. ഈ പുല്ലെല്ലാം പോകും, ഇത് സീറോയിലായി മാറും. അതായത് ഈ രണ്ട് രാജ്യങ്ങളും വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റാണ് അമേരിക്കൻ ടെക്നോളജിയോടുകൂടി ഇൻഡോ പസഫിക് മേഖലയിൽ നടത്താനുള്ള പ്രോജക്റ്റുമായിട്ട് കോഡിന് അതോടെ പ്രസക്തി ഇല്ലാതായി. അതായത് ചൈന അമേരിക്ക ഒന്നായി. നിങ്ങൾ മനസ്സിലാക്കണം, ചൈന അമേരിക്ക അടിയുണ്ടാകുമ്പോൾ മാത്രമാണ് ഇന്ത്യക്ക് പ്രയോജനം കിട്ടുന്നത്. ആ പ്രയോജനം ഇവർ തമ്മിൽ ധാരണയായിക്കഴിഞ്ഞാൽ ഈ ടാരിഫിൻ്റെയും തായ്വാൻ്റെയും അതേപോലെ അമേരിക്കയ്ക്കെതിരെയുള്ള പല പരിപാടികളും പ്രോജക്ട്സുകളും ചൈന
ഒരു താൽക്കാലികമായി നിർത്തുകയാണെങ്കിൽ അമേരിക്കൻ അലയൻസ് പാർട്ട്ണർ, അതായത് ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളോട്ടുള്ള പ്രശ്നം ഇവർ സെറ്റിൽ ചെയ്ത് തീരുക. അതാണ് നമ്മൾ ടാരിഫുമായി ബന്ധപ്പെട്ട് തായ്വാനുമായിട്ടുള്ള ഈ മറ്റുള്ള ഇഷ്യൂകളെല്ലാം പറഞ്ഞ് ധാരണയാവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലായിക്കോണം, ഇന്ത്യയുടെ മുമ്പോട്ടുള്ള പുരോഗതിക്ക് ഡീറെയിൽ ചെയ്യും. അതിനകത്തൊന്ന് ഞാൻ കോഡിൻ്റെ കാര്യം, രണ്ടാമത്തെ കാര്യം പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, കോവിഡിന് ശേഷമാണ്, നേരത്തെ ട്രംപ് ഇരുന്ന ശേഷവും കോവിഡിന് ശേഷവുമാണ് ഈ ചൈനയിലുണ്ടായ അമേരിക്കൻ കമ്പനികൾ, അതായത് അവിടെ ഔട്ട്സോഴ്സ് ചെയ്തുണ്ടാക്കുന്ന പല കമ്പനികൾ, ഇൻക്ലൂഡിങ് ഫോക്സ്കോൺ, ഐഫോൺ ഉണ്ടാക്കുന്ന മറ്റുള്ള കമ്പനികൾ, അതേപോലെ ഫാർമ കമ്പനികൾ, ഈ കമ്പനികളെല്ലാം ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം അമേരിക്കൻ നിർദ്ദേശമായിരുന്നു ഈ കമ്പനികളോട് ഇന്ത്യയിലോട്ട് അവരുടെ മാനുഫാക്ചറിങ് ഹബ്ബ് ഷിഫ്റ്റ് ചെയ്യാൻ. അങ്ങനെയാണ് ഇന്ത്യയിലോട്ടോ, അല്ല ഇന്ത്യയുടെ ഇത് കണ്ടിട്ടൊന്നുമല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഏത് രീതിയിലൊക്കെയാണ് അമേരിക്ക ഇന്ത്യയിൽ സഹായിച്ചത്. ഉറപ്പായിട്ടും ചൈനയെ ഐസൊലേറ്റ് ചെയ്യാനും അവർക്കെതിരെ ഇന്ത്യയെ ഒരു വലിയ ശക്തിയായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് അമേരിക്ക ഗെയിം കളിച്ചത്. ചൈനയുടെ എക്കോണമി മോശമാണ്. ഇപ്പോഴേ ഏകദേശം 480 ബില്യനാണ് ചൈന അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് അവർക്ക് വരാനുള്ള 5 വർഷത്തിനുള്ളിൽ അവർക്കത് 1 ട്രില്യൺ ആക്കണം. ഈ ചൈനീസ് എക്കോണമി മോശം കാരണം ചൈനയുടെ ഈ ക്വാർട്ടർലി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് എക്കോണമി, അവിടുത്തെ അതിൻ്റെ റേറ്റിങ്ങും ഈ പറയുന്ന പോലെ മുമ്പോട്ട് പോയില്ല, താപ്പോട്ട് പോയി. മനസ്സിലാക്കും, ഇത്രയും വലിയ അയൺ കട്ടനുള്ള ചൈനയിൽ എക്കോണമി ഈ രീതിയിൽ പുറകോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒന്നാമത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി. കാരണം ഈ കമ്പനികളൊക്കെ ഇന്ത്യയിലോട്ട് വന്നു, പല കമ്പനികളും വിയറ്റ്നാമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഫർദർ ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംഭവങ്ങളെല്ലാം പാച്ചപ്പ് ചെയ്യുവാണെങ്കിൽ ഇതേപോലെയുള്ള കമ്പനികൾ ഇന്ത്യയിലോട്ട് വരികയും അമേരിക്കൻ ഗവൺമെൻറ് ഇന്ത്യയോട് നിർദ്ദേശിച്ച പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് ലിങ്ക്, അതായത് ഈ വരുന്ന കമ്പനികൾക്കെല്ലാം വലിയ ലാഭമാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവർക്ക് കൊടുക്കുന്ന PIL സ്കീം, ഈ പുല്ല് മുഴുവനും പിന്നെ പ്രയോജനമില്ലാതാവും. ഇതാണ് അതിൻ്റെ കാര്യം. അതാണ് ഇവർ രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഈ സംഭവം, അതായത് പിന്നെ ഇവരുടെ മുമ്പിൽ ആരും ഒരു കൗണ്ടർ ചെയ്യാൻ വേറെ ആൾക്കാർക്ക് പ്രാധാന്യമില്ല. അതോടുകൂടി ചൈന നേരത്തെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അമേരിക്കയോട്, അമേരിക്ക പഴയ പോലെ വെപ്പൺസ് ഇന്ത്യക്ക് കൊടുക്കരുത്. പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവർ തമ്മിലുള്ള ബന്ധം സസൂക്ഷ്മമായിട്ട് മുന്നോട്ടും അത് നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് പോവുകയാണെങ്കിൽ ചൈനയുടെ ആഗ്രഹം അവർ ഈ അഗ്രസീവായിട്ട് അവരുടെ പ്രോഡക്റ്റ് യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലും വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കൻ പ്രശ്നം കൊണ്ട് പഴയ പോലെ അവർക്ക് മാർക്കറ്റ് ക്യാപ്റ്റിവേറ്റ് ചെയ്ത്, അതായത് ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് നടക്കുന്നില്ല. അതിൻ്റെ പ്രതിഫലനമാണ് ചൈനീസ് എക്കോണമിയിൽ കാണുന്നത്. അപ്പോഴാണ് ഇന്ത്യൻ എക്കോണമി സർജ് ചെയ്യാൻ തുടങ്ങിയത്. അതതിൻ്റെ കാരണം. അല്ല പെട്ടെന്ന് മോദി വന്ന് മാറുന്നത്, കാരണം ഈ സാധനം മേടിക്കണ്ടായോ. അപ്പം അതിന് പറ്റിയ രീതിയിൽ മോദിയുടെ ഡിപ്ലോമസി, ട്രംപുമായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധവും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടി. അതായത് ചൈനീസ് സാധനങ്ങൾ വന്നിട്ട് ഇന്ത്യൻ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് വന്നു. ചൈനയുടെ ഡിക്ലൈൻ ചെയ്തു. പക്ഷേ ചൈന അത് മറ്റുള്ള പല മാർക്കറ്റും കണ്ടുപിടിച്ച് അത് കുഴപ്പമില്ലാതെ കൊണ്ടുപോയി. പക്ഷേ ഇപ്പോഴാണ് ചൈനയ്ക്ക് മനസ്സിലായത് ഈ ഗെയിം ഫർദറായിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം തായ്വാൻ ആണെങ്കിലും ടാരിഫും ആണെങ്കിലും, ഇത് ചൈനീസ് എക്കോണമിയെ വളരെ മോശമായിട്ട് ബാധിക്കും. അവരെന്താണ് അടുത്ത 10 വർഷം കൊണ്ട് നേടാൻ ഉദ്ദേശിക്കുന്നത്, അത് സെൻഡ് ബാക്ക് ഉണ്ടാകും. അതിൻ്റെ പേരിൽ ചൈന പല ഗെയിമുകളും അമേരിക്കയ്ക്കെതിരെ താൽക്കാലികമായിട്ടോ ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ടോ നിർത്തിയിട്ട് അമേരിക്കയുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ പോകണം. ഇങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയെ ശരിക്കും ബാധിക്കും. കോഡല്ല, ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കും, ഇന്ത്യയുടെ പ്രൊഡക്ഷൻ അതിനെ ബാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്, എക്കണോമിസ്റ്റ് വീക്കിലി പോലും പറയുന്നത്, അതായത് ചൈനയുടെ ഏറ്റവും പ്രധാന താല്പര്യം രണ്ടെണ്ണമാണ്. ഒന്ന് ഇന്ത്യൻ ഫാർമ സെക്ടർ, കാരണം ഏറ്റവും കൂടുതൽ അമേരിക്കയിലൂടെ ഏകദേശം 40 മുതൽ 60% ജനറിക് മെഡിസിൻസ് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത് അമേരിക്കയിൽ.
ആ സെക്ടറിലോട്ട് ചൈനയ്ക്ക് പറഞ്ഞാൽ ഇന്ത്യയെക്കാളും വില കുറച്ച് ചൈനീസ് പ്രോഡക്റ്റുകൾ കൊടുക്കാൻ ചൈനീസ് കമ്പനികൾ തയ്യാറാണ്. കാരണം അതിൻ്റെ അകത്ത് വെൽ അഡ്വാൻസ്ഡ് റിസർച്ചും പരിപാടികളും ഒക്കെ ഉണ്ട്. പക്ഷേ അമേരിക്ക ഇത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതായത് ഡയറക്റ്റ് ഹിറ്റ് അവർക്ക് കൊടുക്കേണ്ടത് ഇന്ത്യൻ ഫാർമ സെക്ടറിനാണ്. ഗ്ലോബലായിട്ട് പോകുന്നതിന് ഹിറ്റ് ചെയ്യണം. രണ്ടാമത് ഇന്ത്യൻ ഇലക്ട്രോണിക് സെക്ടറാണ്. ഫോണാണെങ്കിലും മറ്റു പല പരിപാടികളും കോവിഡിന് ശേഷം, ട്രംപ് വന്ന ശേഷം ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ കമ്പനികളെ തിരിച്ച് ചൈനയിൽ കൊണ്ടുവരണം. ഇതൊക്കെയാണ് ചൈനയുടെ ഡിമാൻഡ്. അല്ലാതെ പഴയതിൽ നിന്നും ചൈന പുറകോട്ട് പോവുകയാണ്. ട്രംപുമായിട്ടൊരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചൈന തയ്യാറാകുന്നു. അമേരിക്കയ്ക്ക് വേണ്ടതായ ജിയോ പൊളിറ്റിക്സിലെ പല പ്രാധാന്യങ്ങളും അത് ചെയ്തു കൊടുക്കാൻ ചൈന തയ്യാറാണ്. ഇൻക്ലൂഡിങ് റഷ്യ ഉക്രൈൻ വാറിൽ റഷ്യയുടെ മുകളിൽ പ്രഷറൈസ് ചെയ്യാൻ പോലും ചൈന ഇപ്പോൾ വില്ലിങ് ആണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതോടുകൂടി മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. അമേരിക്കൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം രണ്ടാമത് ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം രണ്ടാമത് കണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അത്രമാത്രം അമേരിക്കൻ ഗവൺമെൻറ്റും അതേപോലെ ട്രംപിനും അക്സസബിൾ ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ. അന്ന് പറഞ്ഞിരുന്ന വാക്കാണ് ഡിസംബറിൽ ഇന്ത്യയിൽ വരുന്നു, അല്ലെങ്കിൽ അതിനു മുമ്പേ വരുന്നു, കോഡിൻ്റെ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവമായിട്ട്. ആ സംഭവങ്ങളെല്ലാം പോയി. ജാനുവരി ട്രംപ് വരുന്നു, അത് അൺസർട്ടനിറ്റി ആയി. പക്ഷെ ഏപ്രിലെ കാര്യം ചൈനീസ് സംഭവം കൺഫേംഡായി. മനസ്സിലാക്കുക, ട്രംപുമായിട്ട് എന്ന് പിണങ്ങി, അതായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, സെൻഡ് ബാക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. ഉറപ്പായിട്ടും അത് ഇന്ത്യൻ സാമ്പത്തിക ഘടനയും ജിയോ പൊളിറ്റിക്സിനെ ബാധിച്ച് നിങ്ങൾക്കറിയാം. എങ്ങനെയാണ് സാമ്പത്തിക സംഭവത്തെ ബാധിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കമ്പനികളെല്ലാം ചൈനയിലോട്ട് പോവുകയാണെങ്കിൽ മനസ്സിലാക്കണം, ഇന്ത്യയിലുണ്ടാകുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ പറഞ്ഞ് ഒന്നുമല്ലാതായി മാറും. അതോടെ ഇന്ത്യൻ എക്കോണമി ശരിക്കും ബാധിക്കും. ഇതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. അത് ഫർദർ എസ്കലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ ഡീപ്പായിട്ട് തന്നെ ബാധിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്.